ഇന്ദ്രൻസ് കോസ്റ്റ്യൂമർ ആയിരുന്നല്ലോ. അപ്പൊ അന്നും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഊഹമാണ്, അന്നും സിനിമകൾ സെലക്ട് ചെയ്യുന്നത് കഥയൊക്കെ നല്ലതാണെങ്കിൽ ചെയ്യാം, ഹരിഹരനാണോ എങ്കിൽ ചെയ്യാന്ന് പറഞ്ഞല്ല, കിട്ടുന്ന പടമൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ. ആദ്യം വരുന്നത് എന്നുവെച്ചാൽ ഒരിക്കലും ഒരു കോസ്റ്റ്യൂം വിടാത്താണ് ജയരാജ് സാറിന്റെ സത്യനന്ദിക്കാട് സാറിന്റെ ഒക്കെ അന്ന് പടം ചെയ്യാൻ കോസ്റ്റ്യൂമർമാരെ അങ്ങനെ ചാൻസ് ഒന്നും കിട്ടത്തില്ല. അതൊക്കെ വിട്ടിട്ടുണ്ട്, കാരണം അതിന് മുമ്പ് ഏറ്റത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നൊരാൾക്ക് പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയോ പെട്ടെന്ന് ഞാൻ സെലക്റ്റീവ് ആണെന്നൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് വന്നു. ഞാൻ പറഞ്ഞു ജന്മനാ ശരീരത്തിൽ ഉള്ളതാണ് ഈ എളിമയും കാര്യങ്ങളും. അതൊരു ഭാഗ്യം പോലെ കിട്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ ഗുണങ്ങളും ഉണ്ടാവും. അതാണ് ഇന്ദ്രൻസ്. അപ്പൊ ചോദിക്കാറുണ്ടോ ഇപ്പം, അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ്, ഇപ്പൊ ഇന്ദ്രൻസ് ചേട്ടനെ ഏത് റോളും ചോദിക്കാൻ പറ്റും? നിങ്ങൾ എല്ലാവരും അങ്ങനെ തെളിയിച്ചിട്ടുള്ളവരാണ്. ഏത് തരം ക്യാരക്ടേഴ്സും അതിനുള്ള അടുപ്പങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ. ഇന്ദ്രൻസ് ചേട്ടൻ എപ്പോഴെങ്കിലും ചില ഇതൊക്കെ കാണുമ്പോൾ, ഞാൻ ഈ നെഗറ്റീവ് ഇതൊക്കെ കാണുമ്പോൾ അത് ചോദിച്ചു മേടിച്ചതാണോ അതോ അന്വേഷിച്ച് വന്നതാണോ? ഇല്ല, ഒന്നും ചോദിച്ചു മേടിച്ചതൊന്നുമല്ല. ക്യാരക്ടർ എന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിശയം തോന്നി, ഇത് ഞാൻ എന്നെ കൊണ്ട് താങ്ങുമോ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ. അപ്പൊ അയാൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ല, ഞാനും സിനിമകൾ ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു വേഷം വേണമെന്നുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട് ഞാൻ എന്റെ ബാധ്യത മുഴുവൻ നമുക്ക് മനോഹരമാക്കേണ്ടത്.